പ്ലസ് വണ്ണിന് അഡ്മിഷൻ എടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണ്ടേ? പ്ലസ് വണ്ണിന് അഡ്മിഷൻ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്യുന്ന കോമ്പിനേഷനാണ്. എന്താണോ ഉപരിപഠനത്തിന് സെലക്ട് ചെയ്യാനായിട്ട് പോകുന്ന വിഷയം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോമ്പിനേഷൻ വേണം നമ്മൾ പ്ലസ് വണ്ണിന് സെലക്ട് ചെയ്യാൻ. 45 കോഴ്സ് കോഡുകളാണ് പ്ലസ് വണ്ണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സയൻസ് വിഭാഗത്തിൽ 9 കോമ്പിനേഷൻസും, ഹ്യൂമാനിറ്റീസിൽ 32 കോമ്പിനേഷൻസും, കൊമേഴ്സിൽ 4 കോമ്പിനേഷനും ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൽ കോഴ്സ് കോഡ് 40 വരുന്നത് ടെക്നിക്കൽ വിദ്യാർത്ഥികൾക്കുള്ള കോമ്പിനേഷൻസ്. ഇപ്പം മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, മറ്റ് ശാസ്ത്രശാഖകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ സയൻസ് കോമ്പിനേഷൻ എടുക്കണം. ഇതിനകത്ത് എഞ്ചിനീയറിംഗിന് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമുക്ക് മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള സയൻസ് കോമ്പിനേഷൻ എടുത്താൽ മതി. അതിനകത്ത് ബയോളജി നിർബന്ധമല്ല. ബാങ്കിങ്, അക്കൗണ്ടിങ്, BBA, അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള ഏതെങ്കിലും കോഴ്സുകളൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ കൊമേഴ്സ് കോമ്പിനേഷൻസ് ആണ് തിരഞ്ഞെടുക്കേണ്ടത്. സോഷ്യോളജി, സൈക്കോളജി, ജേർണലിസം തുടങ്ങിയ കോഴ്സുകൾക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പിലെ കോമ്പിനേഷൻസ് പഠിക്കുന്നതാണ് കുറച്ചുകൂടി ഉചിതം. തൊഴിലധിഷ്ഠിതമായ കോഴ്സാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ VHSCയിലെ വിവിധ കോമ്പിനേഷൻസ് സെലക്ട് ചെയ്യാം. പ്ലസ് വണ്ണിന് അപേക്ഷിക്കാൻ നമ്മൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റ് കൊണ്ടുണ്ട്? SSLC ബുക്ക് നിർബന്ധമായും നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. ആധാർ കാർഡിന്റെ കോപ്പി ഉണ്ടായിരിക്കണം. കമ്മ്യൂണിറ്റി കോട്ടയിലാണ് അപേക്ഷ വെക്കുന്നതെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. EW സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോകാം. ഏതെങ്കിലുമൊക്കെ ക്ലബിന്റെ ഭാഗമായി നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കൊണ്ടുപോകാം. 40% കുറയാത്ത ഭിന്നശേഷിയുള്ള കുട്ടിയാണെങ്കിൽ അംഗീകൃത മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. CBSE സ്കൂളിൽ പഠിച്ചിറങ്ങിയ കുട്ടികളാണെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റും കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും ഹാജരാക്കണം. TCയും ക്യാരക്ടർ സർട്ടിഫിക്കറ്റും കൊണ്ടുപോകുന്നത് കൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല.